അധ്യാത്മരാമായണം തുടർച്ച. ഹനുമാന് തത്വോപദേശം. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി, വീരന്മാർ ചൂടും മകുടത്തിനായികക്കല്ലേ ശ്രീരാമപാദഭക്ത പ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേക അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം ചിന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാരികളില്ലാതെയൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനോ സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷണം നിത്യം സർവോദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടുമുള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതോ എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവോ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്ന സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കോ യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തോ പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകമ്പുക്കോ. മുപുരവൈരിയുടെ ശാപവും മൃദുടൻ മൽപ്പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം ഉൾപ്പൊക്കോ തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും പൊക്കോ. 12 സംവത്സര വിരുന്ന് സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു. മാതാവ് കൈകേയും മുടക്കിയതു മൂലം പ്രാഗിയ സുമിത്താത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം ദാതൻ വൃത്രാരിപുരം പുക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടു ക്രിയകാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ സുരാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചോ. കുംഭോദ്ഭവനാ അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്തു.
ദണ്ഡമെന്നേ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടുങ്കാലം പുഷ്കര സരവരവശയായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖാലക്ഷ്മണനവളുടെ നാസികാച്ഛേദം ചെയ്തു. ഇന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതോ 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ട് തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിന് മോക്ഷം നൽകി.